ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ പേർക്കും സുഖം തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വന്നത് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്. ദോശപ്പൊടി ഉണ്ടാക്കുന്നതാണ്. ദോശയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചമ്മന്തിപ്പൊടി അതാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഉഴുന്ന് വേണം, പിന്നെ ഗോതമ്പ് വേണം, കായം, അരി വേണം, ഉപ്പ്, പയറ്, തോരൻ പരിപ്പ്, വറ്റൽമുളക്, കരിയേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് ജോലിയുള്ള സംഭവമാണ് എങ്കിലും നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടയിലൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുന്നത്, ദോശ ചമ്മന്തിപ്പൊടി. ഇത് ഞാൻ മുമ്പൊരിക്കൽ ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ചീനിച്ചട്ടി വെച്ച് ഓരോന്നായിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ആദ്യം അരി നന്നായി വറുത്തതിന് ശേഷം അടുത്ത ചേരുവ, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചീനിച്ചട്ടി വെച്ച് ആദ്യം അരി വറുത്തെടുക്കുകയാണ്. അരി വറുത്ത് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒന്ന് പൊങ്ങി പൊട്ടി വരും. അപ്പോഴും അരി വറുത്ത ആ ഒരു പരുവം ആവാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഒരു പൊടിമാസ് പോലെ ഒരു സംഭവം ഉണ്ടാക്കാം. ഞാനിനി അത് വരുന്ന റെസിപ്പികളിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം അരി വറുത്തിട്ടുണ്ട്. നമുക്കതൊരു മുറത്തിൽ പേപ്പറൊക്കെ വെച്ച് നമ്മൾ അതിലൂടെ തണുക്കാനായിട്ട് ഇട്ട് ഒന്ന് വിതറി വെച്ചു. അടുത്തത് നമുക്ക് ഗോതമ്പാണ്. ഗോതമ്പും ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം എല്ലാം വറുത്തെടുക്കണം. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഒന്ന് നല്ലപോലെ വറുത്ത് വരത്തില്ല. ഇപ്പോൾ ഇവിടെ ഏകദേശം ഗോതമ്പ് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അത് ആ ഒരു മൂപ്പായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അത് കാണിക്കുന്നത്. ഏകദേശം ആ ഇത് തീരുമ്പോൾ നമുക്കതിനെ പേപ്പറിലോട്ട് മാറ്റാം. ഇവിടെ ഏകദേശമായി. അപ്പോൾ നമുക്ക് അരിയുടെ കൂടെ ഗോതമ്പ് വറുത്തതും കൂടെ തട്ടിക്കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിനെയും തണുക്കാനായിട്ട് വയ്ക്കാം. അടുത്തത് ഉഴുന്നാണ്. ഉഴുന്നും നമുക്കതുപോലെ, ഉഴുന്നിനൊന്നും നമുക്ക് അരിയും ഗോതമ്പും വറുത്തതിൻ്റെ അത്രയും ഒരു സമയം വേണ്ട. അതുകൊണ്ട് നല്ലപോലെ നോക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഉഴുന്ന ഒരു ചെറിയ ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മതി. അപ്പോൾ അതിനെ കൂടെ തട്ടി അതും കൂടെ ഒന്ന് വിതറി വയ്ക്കാം. അടുത്തത് മുളക് എടുത്തു. പക്ഷേ മുളക് നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് വേണം വറുക്കാൻ. അപ്പോൾ ഞാൻ കരുതി പയർ വറുത്തിട്ട് അതാക്കാമെന്ന് കരുതി. കാരണം പയർ വറുത്ത് നമുക്കിതിൻ്റെ കൂടെ ഇടണ്ട. ഞാൻ സാധാരണ ചെയ്യുന്നത് പയർ വറുത്ത്, ഞാൻ സാധാരണ പിളർത്തിയെടുത്തൊരു പയറുണ്ടല്ലോ, നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, അതാണ് എടുക്കുന്നത്. അത് കിട്ടാത്തതുകൊണ്ട് പയറെടുത്ത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് പാറ്റിയെടുക്കണം. കാരണം ആ പച്ച കളറൊന്ന് മാറാനാണ്. അടുത്തത് നമുക്ക് തോരൻ പരിപ്പിടാം. തോരൻ പരിപ്പും ഇതുപോലെ ഉഴുന്ന് വറുത്ത ആ പരുവം മതി. ചെറിയ ഒരു ഇതാകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളറായി വരും. അപ്പോൾ അതിനെ നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ തോരൻ പരിപ്പും നമ്മൾ തട്ടി. ഇനി നമുക്ക് പയറിനെ ഒന്ന് ഇതാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ മുളകിനെ ഞാൻ റെഡിയാക്കി. മുളക് നിൽക്കാൻ വയ്യാത്ത രീതി, കാരണം മുളകിൻ്റെ അല്ലിയെല്ലാം രണ്ടായിട്ട് മുറിച്ചിട്ടപ്പോൾ വന്നു. അപ്പോൾ അത് ഇങ്ങനെ വറുത്ത സമയം അകത്ത് നിൽക്കാൻ വയ്യാത്ത രീതിയിൽ ചുമയൊക്കെ ആയിരുന്നു. എങ്കിലും എങ്ങനെയൊക്കെയോ വറുത്തൊപ്പിച്ചു. വറുക്കുന്നതെല്ലാം മാമിയാണ്. ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത്. മാമിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മാമി അങ്ങനെ എല്ലാം വറുത്തെടുത്തു, ക്ലിയറാക്കി. അടുത്ത കറിവേപ്പിലയും കൂടെ നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഇട്ട് വറുക്കുന്നുണ്ട്. അത് വേറൊന്നുമില്ല, ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെറും ചീനിച്ചട്ടിയിൽ തന്നെ എണ്ണയൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്നിങ്ങനെ വറുത്തെടുക്കുക. അതിനെ നമ്മൾ ഈ കൂട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പയറെടുക്കാം. പയറിനെ പിളർത്തി അത് ക്ലിയർ ചെയ്തെടുത്തു, അരിച്ചൊക്കെ എടുത്തു. നമ്മൾ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. പിന്നെ ജീരകം ശകലം ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതും കൂടെ ചേർത്ത് കുറച്ചായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം കുറച്ചിട്ട് ഞാൻ ഒരു ട്രിപ്പ് പൊടിച്ചെടുത്തു. അതിനെ പേപ്പറിലോട്ട് തട്ടി അത് ക്ലിയർ ചെയ്തു. അടുത്ത് രണ്ടാമത് വീണ്ടും എടുക്കുകയാണ്.
അപ്പോൾ നോക്കിയപ്പോൾ ഇത്തിരി കളറ് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കളറ് കുറവായതുകൊണ്ട് നമ്മൾ മറ്റേ കാശ്മീരി മുളക് പൊടി ശകലം ഇട്ടു. അതിൽ എരി വരത്തില്ലല്ലോ, അപ്പോൾ അത് കുറച്ച് ഇട്ട് അതും കൂടെ ചേർത്ത് പൊടിച്ചു. കാശ്മീരി മുളക് പൊടിയുടെ കൂടെ നമ്മൾ പിന്നെ കുരുമുളക്, കായപ്പൊടി, ഇതും കൂടെ, കായപ്പൊടിയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. കാരണം കായപ്പൊടിയുടെ ആ മണവും രുചിയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ആയിട്ട് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി തട്ടുന്നതിന് മുളകൊക്കെ ചേർത്തത് കൊണ്ട് ഒരു നല്ല കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തട്ടുമ്പോൾ ആ മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും കായത്തിൻ്റെ എല്ലാം കളറാണ് സെപ്പറേറ്റ് കളർ പോലെ നമുക്ക് തോന്നുന്നത്. നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്തെടുക്കാം. ഉപ്പ് ഇതിൽ തൂറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഉപ്പിൻ്റെ അളവ് നമുക്ക് അറിയാമല്ലോ ഇത്ര വേണമെന്നുള്ളത്. അങ്ങനെ അതും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാതാൽ മാത്രമേ ഈ കായത്തിൻ്റെയും പിന്നെ കുരുമുളകും ഉപ്പും എല്ലാം എല്ലാ ഇതിലും നന്നായിട്ട് ചേർന്ന് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം നമുക്കിത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം അറിയിക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഗോതമ്പും അരിയും ഒക്കെ ചേർക്കുമ്പോൾ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, കമൻറ്റുകളൊക്കെ അറിയിക്കണം. അഭിപ്രായങ്ങൾ അറിയിച്ചാൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ഞാനിവിടെ 3 ടിന്നിലാക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ച് വെക്കാനാണ്. ഫ്രിഡ്ജിൽ 2 ടിന്ന് വയ്ക്കും, 1 ടിന്ന് യൂസ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്